ഗൈസ്, വെൽക്കം ബാക്ക്. ജാമിത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന എന്നെയാണെന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ കാമിത അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കാമിത പറയുന്നത് കാമിതയുടെ ഉമ്മയുടെ ചരിത്രമായിരിക്കാം, അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. 1-2 പോയിന്റ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. പോയിന്റ് നമ്പർ 1, കുട്ടികളെ പറയുന്നു. കാമിത ഇത്രയും നേരം ഒരു 10 മിനിറ്റോളം എൻ്റെ മകനെയല്ലേ പറഞ്ഞത്. എടി, അത് കുഞ്ഞായിട്ട് നിനക്ക് വഹ വയ്ക്കത്തില്ലേ? എൻ്റെ മക്കളെ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയത്തില്ലേ? ഇപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്നോണ്ട് കച്ചറ പുച്ചറ കാത്തറ കൂത്തറ 27-30 വയസ്സുള്ള കൊച്ച് നിനക്കെങ്ങനെ എൻ്റെ കുട്ടീനെ അറിയാം? നീയാണോ പെറ്റത്? ഞാനല്ലേ പ്രസവിച്ചത്. അവൻ്റെ വയസ്സ് എത്രയെന്ന് എനിക്കല്ലേ അറിയാവുള്ളൂ. ഇനി 30 വയസ്സെന്ന് തന്നെ ഇരിക്കട്ടെ. അവൻ നിന്നെ പിടിച്ച് കടിച്ചാ അവനെ എന്തിനടി നീ വലിച്ചിട്ട് ഇതിനകത്ത് ഇടുന്നത്? ഇത് ഈ ഏറ്റുമാനൂർ വെടിക്കെട്ട് ഫിജോ എന്ന് പറയുന്ന വൃത്തികെട്ട സ്ത്രീയുടെ ഒരു സ്ട്രാറ്റജിയാണ്. കുട്ടികളെ പറയുന്നു എന്നൊരു ഇത് കൊണ്ടുവയ്ക്കുക. അപ്പൊ പിന്നെ നമ്മൾ മിണ്ടൂല. പിന്നെ കുഞ്ഞുങ്ങളെ പറയണം എന്ന് പറയും. നമ്മളെ കുട്ടികളെ പറയും, നമ്മൾ തിരിച്ച് കുഞ്ഞുങ്ങളെ പറയും. എൻ്റെ കൊച്ചിനെ പറഞ്ഞു. വേറൊരു വാണം അവിടെ നിന്നുകൊണ്ട് പറയുന്ന കേട്ടില്ലേ, ഒരു തടിച്ചി, അവളും പറയും എൻ്റെ കൊച്ചിനെ പറഞ്ഞു. എൻ്റെ കുഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചു. എൻ്റെ കുഞ്ഞ് പിന്നെ ഈ മൂത്ത മകനും ഞാനും തമ്മിൽ സെക്ഷൽ കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് മറ്റവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞത് മറന്നുപോയി. അമ്മാതിരി മോശം നമ്മളെ കുഞ്ഞുങ്ങളെ പറ്റി പറയണത് ഒരു മറന്നുപോകും. നമ്മൾ തിരിച്ചു പറയുമ്പോൾ കൊച്ചുങ്ങളെ പറഞ്ഞെന്ന് പറയും. എടി, കൊച്ചുങ്ങൾക്ക് അപമാനകരമായ ജീവിതം നയിക്കുന്ന നീയാണ്. പിന്നെ ഇവളെന്താ പറഞ്ഞേ, പിന്നെ ഭർത്താവിൻ്റെ കണക്കുകൾ. ഞാൻ വിവാഹം കഴിച്ചത് ഇവിടുന്ന് തന്നെയാണ്. നാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് കെട്ടിയത് നീയാണ്. കെട്ടലല്ലടി, വെച്ചിരിപ്പ് വെപ്പാട്ടന്മാര്. നീ ആദ്യം കോന്നിയിലുള്ളൊരു ക്രിസ്ത്യാനിയുടെ കൂടെ കിടന്ന് നാട്ടുകാർ പിടിച്ച് അടിയും പറ്റിച്ച് ആ നാട്ടിൽ നിന്ന് ഓടിച്ച്. നീ പിന്നെ തിരുവനന്തപുരത്ത് പോയി അടുത്ത് അലിയുടെ തലയിൽ കയറി. അവനെയാണ് നീ നിക്കാഹ് ചെയ്തിട്ടുള്ളത്. പിന്നെ നീ വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല. രജിസ്റ്റർ ഓഫീസിൽ നീ 2 വട്ടം ആപ്ലിക്കേഷൻ കൊടുത്ത്. അലിമാഷിന് 90 വയസ്സുള്ള അയാളുടെ സുനായിൽ ഈർക്കിൽ വെച്ച് അടിച്ചു പൊക്കി കുത്തിക്കയറ്റാൻ നീ ശ്രമിച്ച്. അത് നല്ലപോലെ കയറി കളിക്കുന്ന സമയത്ത് നിന്നെ കയ്യോടെ തുണിയില്ലാതെ ആ അലിമാഷിന്റെ മക്കൾ വന്ന് പിടിച്ച് അടിയും പറ്റിച്ച്. ഇതൊക്കെ ചരിത്രമല്ലേ? എന്നിട്ട് ഇവള് പറയണേ എന്നെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല, എന്നെ ഏതെങ്കിലും വീട്ടിൽ. എടീ, എൻ്റെ വസ്തു, അതായത് 1 ഏക്കർ പറമ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വസ്തു അടിച്ചു മാറ്റാൻ ശ്രമിച്ച ഒരു സ്ത്രീ സ്നേഹം പെരട്ടിയ വാക്കുകൾ കൊണ്ട് 1,30,000 രൂപ അടിച്ചു മാറ്റാൻ എന്നെ അങ്ങോട്ട് പിടിച്ചു നിർത്തി 2-3 ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ പണവും വാങ്ങിച്ചെടുത്ത് എന്നെ അപരാധം പറയുന്ന ഒരു സ്ത്രീയുടെ കേസും കിട്ടണമെന്നാണ് നീ എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്. എടി, നീ പിന്നെ ക്ലബ് ഹൗസിൽ നിന്ന് 1.25 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ആ തിരുവനന്തപുരത്തുള്ള മിക്കവാറും കാക്കാമാരെല്ലാം തന്നെ വാക്കുമൂലം തരുന്നുണ്ട്. എല്ലാവരുടെ മുഖം മറിഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ബാക്കി അവർ കൃത്യ അഡ്രസ്സ് ഉൾപ്പെടെ തരും. ആർക്ക് വേണോ പോയി അന്വേഷിക്കാം. കോന്നിയിലുള്ള ജനങ്ങളും പറയും. അത്രത്തോളം മോശപ്പെട്ട് ആളുകളെ കയ്യിൽ നിന്ന് ഭിക്ഷ എടുത്ത് ജീവിച്ച നീ ആണാടി ഈ പണത്തിൻ്റെ അടി. ഇപ്പോഴും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവളിരുന്ന് പണപ്പിരിവ് നടത്തുന്നു. നിനക്ക് കോടതിയിൽ പോകാൻ പോലും പൈസ എല്ലാം പറഞ്ഞ് എരന്ന് ജീവിക്കുന്ന നീ എരപ്പച്ചി എൻ്റെ കാര്യം പറയണം. നിനക്ക് നാണമില്ലേ സ്ത്രീയെ? ഒരു വ്യവസ്ഥയില്ലടി കള്ളത്തരം പറയുന്നതിന്. നീ മോൻ്റെ കേസിലേക്ക് വരാം. എന്താ കൊച്ച് എന്നെ പറഞ്ഞാൽ എടി, എന്താണ് ഫ്രീ തിങ്ക് എന്ന് നിനക്കറിയാമോ? എന്താണ് യുക്തിവാദം, ഫ്രീ തിങ്ക് എന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ട്? അമ്മയായാലും ശരി, അപ്പൂപ്പനായാലും ശരി, അവരവർക്ക് അവരവരുടെ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി അനുസരിച്ച് അവരെ വ്യക്തിത്വത്തെ അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ബോധമുള്ള പൗരന്മാർ. ആ ബോധം ആ കുട്ടിക്കൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെതാണ്. അത് അവൻ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അത് നിനക്ക് മനസ്സിലാവത്തില്ല. നിന്റെ വീട്ടിൽ നീ 3-4 എണ്ണത്തിനെ വളർത്തുന്നുണ്ട്. ഈ 3-4 എണ്ണം തന്നെ നിന്നെ ഭരിക്കുന്നുണ്ടാവും. കാലക്രമേണ അവർ നിന്നെ കാലേ വാരി നിലത്തടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ വേറൊരു കാര്യം നീ പറയുന്നത്, എൻ്റെ കൊച്ചിനെ കല്യാണം ആലോചിക്കാനാണ്. 4 വർഷമായി ഞാൻ ഇവളുമായിട്ടുള്ള ടച്ച് വിട്ടിട്ട്. 4 കൊല്ലമായി. അവന് 27 വയസ്സ് ഈ ഡിസംബറിലാണ് തികയുന്നത്. 4 കൊല്ലം മുമ്പ് എൻ്റെ കൊച്ചിന് 24 വയസ്സാണ്. എൻ്റെ കൊച്ചിന് അത്രയും മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ ഞാൻ 24ാമത്തെ വയസ്സിൽ 12 വയസ്സുള്ള ഇവളുടെ കുഞ്ഞിനെ ആലോചിച്ചു എന്ന് തന്നെ പറയുന്നിടത്ത് തന്നെ അവളെ കള്ളം വെളിയാണ്. അമോൻ തന്നെ പറ. എനിക്ക് പറയാൻ എന്താണ് ഇതിനകത്ത് ഇവരെല്ലാരും എന്റെ കല്യാണം അന്വേഷിച്ച് നടക്കുന്നതിനാണ് എന്റെ മിസ്റ്റേക്ക്. നമ്മൾ എപ്പോഴാണ് പറഞ്ഞത്? അതും പിന്നെ ഇവരിനെ തന്നെ ഞാൻ കെട്ടണമെന്ന് പറയണത് എന്ത് അവളല്ല അവളുടെ മകളാ. ഓ, അത് ശരി. അത് എപ്പോ? അതും എപ്പോ? 24. അല്ല, എല്ലാരും എപ്പോ? ഇത് എന്താണ്? എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞാലും ഞാൻ അവരുടെ കെട്ടാൻ വേണ്ടിട്ട് എനിക്ക് വേറെ പരിപാടിയില്ലേ? എപ്പോ നോക്കിയാലും ഇത് തന്നെയാണ്. ഞാൻ ആരിലേക്ക് കെട്ടാൻ വേണ്ടിട്ട് നിൽക്കുകയായിരുന്നു. ഇവർക്ക് വേറെ ഒന്നും പറയാനില്ല. അന്ന് വാട്സാപ്പില് എന്താ അവര് 10,000 20,000 അങ്ങ് ഇട്ടിട്ടങ്ങ് മിണ്ടാതങ്ങ് ഇരിക്കുക. 10,000 രൂപ അങ്ങ് ഇട്ടിട്ട് മിണ്ടാതങ്ങ് ഇരിക്കുക. എന്തിനാണ് പറയണത്?
ഇത് നമ്മൾ സംഘിക്ക് വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കാൻ പറയുന്നത്. വേണ്ടി. അല്ല അത് ഭയങ്കര സമാധാനമായിട്ടാണ് അവർ, ഭയങ്കര മാന്യമായിട്ടാണ് അവർ പറഞ്ഞത്. അവരൊക്കെ നല്ലപോലെ നോക്കിക്കോളും കേട്ടാ, നിന്നെ പേടിക്കാതെ അവരെ പറ്റി പറയണം. ഓക്കെ, അങ്ങനെ പറഞ്ഞ ആള് ഇപ്പൊ നേരെ തിരിഞ്ഞ് എല്ലാം നമ്മുടെ തലയിലൊക്കെ ആക്കി വെച്ചിട്ട് ഇപ്പൊ എന്റെ പേരിലും കൂടി അങ്ങ് ആക്കുവാണ്. ഇനി വേറെ ആരും പറയാനില്ല, അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഇല്ല, ഞാൻ പറയണമെന്ന് പറഞ്ഞ വൈ മീ, ഞാൻ ഇതിനകത്ത് എന്താണ്. അതേപോലെ എനിക്ക് കിട്ടണമെങ്കിൽ എന്റെ കുടുംബത്തിൽ നല്ല പിറന്നതിൽ നല്ലൊരു പെണ്ണുങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ പോയിട്ട് ചോദിച്ചാൽ എനിക്ക് കിട്ടും. അല്ലാതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്നുമില്ല, എനിക്ക് അങ്ങനത്തെ കാമവുമില്ല. നിങ്ങൾ എവിടെ നോക്കിയാലും ഏത് പെണ്ണിനെ നോക്കിയാലും പെട്ടെന്ന് എനിക്ക് കല്യാണം ആയിരിക്കുന്നത് നിങ്ങളെ പോലെ ഒന്നും അല്ല. വേറെ ഒന്നും പറയാനില്ല. സോ അത് മോന്റെ വകയുള്ള ഇതാണ് ആ വേഷൻ, അത് അവൻ പറയണം. എനിക്ക് അങ്ങനത്തെ നല്ല അരിയോട് അത് അങ്ങനെ തന്നെ പറയണം. എന്തായാലും ഈമാനും ഇസ്ലാമിയത്തും ഇല്ലാത്ത ഇതുപോലെ ഒരു നാറി പെണ്ണുമ്പിള്ളയുടെ മോളെ കെട്ടാനും മാത്രം അത്രയ്ക്ക് അവൻ തരുന്ന അത്ര കാമപ്രാന്ത് അവൻ ഇല്ലെന്ന് അവൻ പറഞ്ഞത് കറക്റ്റ് തന്നെ. പിന്നെ ഞാൻ ക്ലബ് ഹൗസിൽ എനിക്ക് സെക്സ് വേണമെന്ന് ചോദിച്ചത് എക്സാക്ട്ലി 4 വിവാഹം. ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാമിൽ 2 വിചാരങ്ങൾ എനിക്ക് ഭയങ്കര പ്രോബ്ലം ഉള്ള കാര്യമാണ്. ഒന്ന് ഈ 4 കെട്ടുന്ന പരിപാടി, 2 സർക്കംസേഷൻ. ഇത് 2ന് ഞാൻ എഗൻസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ എഗൻസ്റ്റ് പറയുന്ന സമയത്തുള്ള എൻ്റെ ഒരു കോട്ടാണത്. നിങ്ങൾ 4 കെട്ടുകയാണെങ്കിൽ ഞാൻ 4 കെട്ടും, അതിലിപ്പോൾ എന്താ പ്രശ്നം? നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് 4 വെച്ച് കെട്ടിച്ചുകൂടും, അതിലിപ്പോൾ എന്താ കുഴപ്പം? ഇത് ചോദിച്ചപ്പം ഇസ്ലാമിക തീവ്രവാദിയായിട്ട് ഒരാൾ വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്തപ്പം ഫൈറ്റ് ബാക്ക് ചെയ്ത ഒരു വോയിസ് ആണ് അത്. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിനിപ്പോൾ എന്താടി? അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിറച്ചാണുങ്ങളാടി. ഞാൻ 2 വിവാഹമേ കഴിച്ചിട്ടുള്ളൂ. ആ 2ഉം ലീഗലി രജിസ്റ്റർ ചെയ്ത വിവാഹങ്ങളാണ്. രജിസ്ട്രേഷൻ നടക്കാതെ എൻ്റെ പാസ്പോർട്ടിൽ അവരുടെ പേരുകൾ വരത്തില്ല. അതിലൊരു വ്യക്തി മരണപ്പെട്ടതാണ്. അല്ലാതെ ഒരു പുരുഷൻ ഈ വീട്ടിലുണ്ടോ എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ സാക്ഷ്യം പറയും. ഇനി വേറെ പുറത്തുനിന്നും ആളെന്ന് പറയണ്ട. പക്ഷെ നിന്റെ കാര്യം യൂട്യൂബ് മുഴുവൻ അന്വേഷിച്ചാൽ അറിയാം. അലിമാഷിനെ 2 പ്രാവശ്യം നീ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നീ അലിമാഷിന്റെ വീട്ടിലാണ് താമസം ആണോ? അലിമാഷിന്റെ മക്കൾ നിന്നെ 6ാം ഭാര്യ നോക്കി അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് 3 മാസം അവിടെ താമസിച്ചെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ നീ എന്തടിസ്ഥാനത്തിലാടി പറയണേ ഞാൻ എങ്ങും താമസിച്ചിട്ടില്ല? 1.25 ലക്ഷം രൂപ ക്ലബ് ഹൗസിൽ ആളുകൾ പിരിച്ച് നിനക്ക് തന്നു. ഒരാഴ്ച മുമ്പും നീ ഇരുന്ന് പിച്ച എടുക്കുന്നു, ഭിക്ഷാന്തേഹിയായിട്ട് പിക്ഷ എടുക്കുന്നു. നീ എന്തുവാടി ഈ വായ്ത്താൾ ആരെടി പറ്റിക്കുന്നത്? ഇതൊക്കെ റെക്കോർഡിക്കൽ എവിഡൻസ് അല്ലേ? നീയും ആ പട്ടി തീട്ടം ബിജുവും കൂടെ ഇരുന്നുകൊണ്ട് ഭിക്ഷ എടുക്കുന്നു. നീ ഇസ്ലാമിലുള്ള ഒരു പയ്യനെയാണ് ആലോചിക്കുന്നത്. നടന്നത് തന്നെ എൻ്റെ മോൻ പോട്ട് ഇസ്ലാമിയത്തുള്ള ഏതെങ്കിലും ഒരു പയ്യൻ നിന്റെ മോളെ തിരിഞ്ഞു പോലും നോക്കും നീ പ്രതീക്ഷിക്കുക പോലും വേണ്ട. നിന്റെ കൊതിയൊക്കെ കൊള്ളാം, പക്ഷെ നടക്കല്ല, നടക്കൂലടി. കാരണം നിന്നെ പോലൊരു തീട്ട ജന്മത്തിന്റെ മകളെ കെട്ടാനും മാത്രം ഭ്രാന്ത് ഈ കേരളക്കരയിൽ ഒരു ഭ്രാന്തർക്കും ഇല്ല. എൻ്റെ കുഞ്ഞിന് ഇസ്ലാമുള്ള പെണ്ണ് വേണമെന്നില്ല, അവനൊരു പെണ്ണ് വേണമെന്നേ ഉള്ളൂ. അത് അവന് ഇഷ്ടമുള്ളപ്പോൾ അവൻ വിളിച്ചോണ്ട് വരും, അല്ലെങ്കിൽ അവൻ കെട്ടിക്കൂല. നീ ഓക്കെ ഡൺ. അവന് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. ഓക്കെ, പിന്നെ രണ്ടാമതെന്താ, നിന്റെ മകളുടെ കേസ് ഞാൻ പറഞ്ഞു. എന്ത് നിന്റെ ഇപ്പോഴുള്ള വെപ്പാട്ടനുമായിട്ട് സിങ്ക് ഇടി എന്തിനടി ആ കൊച്ചിനെ പറ്റി ഇങ്ങനെ അവദൂരം പറയുന്നത്? ഇടി നിന്റെ മോള് തന്നെയല്ലേ അത്? അങ്ങനെയൊക്കെ ബന്ധമുണ്ടോ അവർ തമ്മിൽ? സത്യമായിട്ടോ അങ്ങനെ പ്രശ്നമുണ്ടാ? എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. നീ പറഞ്ഞു തന്നത് കൊണ്ട് എല്ലാവരും മനസ്സിലാക്കി. എന്തായാലും കൊള്ളാം. നീ വല്ല പ്രഗ്നൻസി അങ്ങനെ എന്തെങ്കിലും? കഷ്ടമായിപ്പോയി കേട്ടോ. കല്യാണം കഴിക്കാത്ത കൊച്ചിനെയൊക്കെ പെൺപിള്ളേരുള്ള അമ്മമാർ സൂക്ഷിച്ച ആളുകളെ സെലക്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അവന്മാർ നമ്മളെന്നും പറഞ്ഞിട്ട് കയറി വന്നിട്ട് കൈ പിടിക്കുക അവരെ ആയിരിക്കും. അത് സൂക്ഷിക്കണ്ടായിരുന്നു. നിന്റെ കുറ്റമാണ്. അമ്മ എന്ന നില നീ ഒരു പരാജയമാണെന്നുള്ളൊരു തെളിവല്ലേടി നിന്റെ സ്വന്തം മകളെ നിന്റെ വെപ്പാട്ടൻ എടുത്തു വെച്ച് ഉപയോഗിച്ചു എന്ന് നീ തന്നെ പറയുന്നത്. എന്തിനടി ഈ സാക്ഷിയൊക്കെ ഇരുന്ന് പറയുന്നത്? പിന്നെ എൻ്റെ മക്കളെ പറയുമ്പോൾ ഞാൻ തിരിച്ച് നിന്റെ മക്കളെ പറയും. ഉടനെ അത് പോക്സോ ആക്കാം, ഉടനെ അതൊന്ന് കൊണ്ടുവരാം. അങ്ങനെയല്ലേ നിന്റെ ടാർഗറ്റ്? ഇവിടെ എടുക്കൂല. മനസ്സിലായ? നീ പറഞ്ഞത് എൻ്റെ മക്കളെയാണ്. എൻ്റെ മക്കളെ എന്നെ ഉപദേശിക്കുന്നു, എന്നെ നല്ലതാക്കുന്നു. ഞാൻ എന്തായാലും ഇസ്ലാമിനെ അവരാഴ്ച തിന്നുന്നില്ലല്ലോ. പിന്നെ നിനക്ക് ഒരേ രീതിയിലാണ് എല്ലാം. നീ എല്ലാം തീരുമാനിച്ചു. അപ്പം നീ മുമ്പ് ഇസ്ലാമിനെ മുമ്പേ വിമർശിച്ചുകൊണ്ടിരുന്നവളാണ്. നീ പണ്ടേനെ ഇസ്ലാമിനെയും കൊണ്ട് നടന്നു. നീ ഇപ്പൊ വിമർശിച്ച് അതിന്റെ അങ്ങേ അറ്റത്ത് ആ അറ്റം പറ്റി അസ്ഥിവാരം തോണ്ടുന്ന കണക്ക് അതിനെ എടുത്തു വെച്ച് അവഹേളിച്ച് പറയാം. നീ പറയണ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടാടി? നീ സോണിയാഗാന്ധിയുടെ വ്യഭിചാരം വരെ പറയുന്നു. നീ അടുത്തെന്താ പറഞ്ഞ? വിദേശത്തുനിന്ന് വിവാഹം കഴിച്ച്. അതല്ലേ നീ നിന്റെ സൂചന? എടി വിദേശത്തുനിന്ന് വിവാഹമല്ലേ കഴിച്ചത്? വെപ്പാട്ടനായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നില്ലല്ല. ഭർത്താവ് എന്ന രീതിയിൽ രജിസ്ട്രേഷൻ ഇന്ത്യൻ ഗവൺമെന്റ് അനുസരിക്കുന്ന രജിസ്ട്രേഷൻ സംഭവിച്ച് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കുകയല്ലേ ചെയ്തത്. അതിലെന്താടി കുഴപ്പമിരിക്കുന്നത്? നല്ലൊരു കാര്യമല്ലേ? അല്ലാതെ മകളെയും എന്നെയും കൂടെ ചേർത്ത് ചെയ്തോ എന്ന എഗ്രിമെന്റിൽ വീട്ടിൽ കയറി താമസിപ്പിക്കുന്നതല്ലല്ലോ. ആണോ?
ഇപ്പം നീ പറഞ്ഞതനുസരിച്ചിട്ടാണ് നിന്നെയും നിന്റെ മകളെയും കൂടെ പ്രോഗ്രാം ചെയ്യുന്നത് അവനാണ് എന്നല്ലേ നീ പറയുന്നത്, ഞാനല്ലല്ലോ, നീ അല്ലേ പറയുന്നത്. നിന്റെ ചാനലിൽ നീ ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെന്താ 546K. ശരി, നീ ഒരു വീഡിയോ 546K പോയതൊന്ന് കാണിക്കാമോ? നിന്റെ ചാനലിൽ ഇത്രയും വ്യൂ ഉണ്ട്, ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടെന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു 50K വ്യൂ പോയ ഒരെണ്ണം കാണിക്കാമോ നിനക്ക്? 546K വ്യൂ സബ്സ്ക്രൈബർ ഉള്ള ഒരാളുടെ ചാനലിൽ മിനിമം വേണ്ടത് ഒരു 10K എങ്കിലും പോകണം, വേണ്ടേ? നിന്റെ ചാനൽ കയറുന്നു 344, 210, 50, 60. അതെന്തടി ഈ 546K എന്ന് പറയുന്ന ബോട്ട് കയറ്റി വെച്ചിരിക്കുന്നതാ? പൈസ കൊടുത്താൽ സബ്സ്ക്രിപ്ഷൻ കിട്ടും എന്നതിനപ്പുറം നിന്റെ ഈ പറട്ട ചാനൽ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ള എനിക്കറിയാം. പക്ഷെ അതുപോലെയല്ല ഷെഫീന. 6 മാസേ ആയിട്ടുള്ളൂ 136Kയിലേക്ക് ഞാൻ നടന്നു കയറിയത്. 107K ഉള്ള ചാനല് നീ സ്ട്രൈക്ക് ചെയ്ത് പൂട്ടിച്ചു. നീയും തനൂജയും കൂടെ സ്ട്രൈക്ക് അടിച്ച് പൂട്ടിച്ചു. പൂട്ടിയ ചാനല് തുടങ്ങി ഞാൻ, അടുത്തത് തുടങ്ങി വിത്തിൻ 6 മന്ത് ഞാൻ എത്തി 136K. എൻ്റെ സബ്സ്ക്രൈബർ എത്രയുണ്ടോ അത്രയും തന്നെ വ്യൂവും എനിക്ക് കിട്ടുന്നുമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഈ 100K ഉള്ളവർക്ക് ഒരു 10K മിനിമം കിട്ടിയാൽ പോരെ, എനിക്കത് കിട്ടുന്നുമുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? സ്കിപ്പ് ചെയ്ത് ആളുകൾ ഓടുകയാണ്. ആകെ ഉള്ളത് നിനക്ക് ആകെ ഉള്ള ഒരു 10K സബ്ബേ നിനക്കുള്ളൂ. ബാക്കി ബോട്ട് അടിച്ച് കയറ്റി വെച്ചിരിക്കുന്നതാണ്. ശരിയല്ലേ? എന്തിനടി വായ്ത്താളം അടിച്ച ആളുകളെ പറ്റിക്കുന്നത്? പിന്നെ കഞ്ചാവ് തന്തയാണോ? കോന്നി, ഞാൻ ആ അഡ്രസ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വോയിസ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ആ സ്ത്രീ എന്നെ വിലക്കും. അവർക്കത് സമയം പോലെ അവർ മോഹം തരാന്നാ പറഞ്ഞത്. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കോന്നിയിലെ കഞ്ചാവ് കാക്ക എന്നറിയപ്പെടുന്ന അയാളുടെ മകളാണ് നീ. ഈ കഞ്ചാവ് കാക്ക എന്ന് അയാളെ പറയാനുള്ള കാരണം ബീഡി തെറുത്തു കൊടുക്കുന്ന ആളാണ്. അതിനകത്ത് കഞ്ചാവ് വെച്ച് ചെറിയ കുട്ടികൾക്ക് പോലും കഞ്ചാവ് കൊടുത്താണ് നിനക്ക് ചാപ്പാട് തന്നിരുന്നത്. എത്തിയും കാലത്തോറും തെണ്ടി ജീവിച്ച ഒരു തെണ്ടിയാണ് നീ. ഷെഫീന അഡ്രസ്സാണ് പറയുന്നത്, കേട്ടോ, എഴുതിയെടുത്തോ. ഷെഫീന മനസ്സിൽ പറകുന്ന പീവോ നാവായിക്കുളം സുൽത്താൻ ഫാമിലി എന്ന് പറയും. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ ആ നാട്ടിലെ പ്രമാണിയുടെ മകളുടെ മകളാണ് ഞാൻ. അത്രത്തോളം ആൾക്കാർക്ക് എന്നെ അറിയാം. അവിടെ ഇതുപോലത്തെ പിന്നെ നിന്നെയൊക്കെ പോലുള്ള 3rd ക്ലാസ് വിമൻസിനെ കയ്യിലെടുത്ത് പറയുമ്പോൾ നിങ്ങളെക്കാട്ടി സ്റ്റാൻഡേർഡ് താഴെ സംസാരിക്കാൻ പറ്റും. ഇപ്പം നിന്റെ അടുത്തൊക്കെ അയ്യോ പൂ മോളെ കാ മോളെ അങ്ങനെ പറയാക്കൂല. എടി കാട്ടുമിരാണ്ടി തക്കാളി എരുമ മോറി അലവലാതി അഭിസാരികേ എന്നേ പറയാൻ പറ്റുള്ളൂ. അത് നിന്റെ ക്വാളിറ്റി എന്താണോ ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് എനിക്ക് അങ്ങോട്ട് തരാൻ പറ്റുള്ളൂ. പിന്നെ 10 ലക്ഷം രൂപ അതിൽ ഞാൻ തോറ്റ്. ആ ഒരു കോമ്പറ്റീഷന് ഞാൻ തോറ്റ്. നീയും ആരിഫ് ഹുസൈനും 10 ലക്ഷം അല്ല 10 കോടി എന്ന് വെച്ചാൽ ആ കോമ്പറ്റീഷന് ഞാൻ തോക്കും. കാരണം നിങ്ങൾ വിവാഹം കഴിക്കാറില്ല, നിങ്ങൾ വ്യഭിചരിക്കുകയല്ലേ പതിവ്. അഭിസാരികയായ നീ പറയുന്ന രീതിയിലാണെങ്കിൽ നിന്റെ കുട്ടിയെ ഉൾപ്പെടെ നീ അഭിസാരകത്തിന് വിട്ടുകൊടുത്തിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ പറയണല്ല കേട്ടാ, അത് നീ നിന്റെ ചാനലിൽ കൂടെ പറയുന്നതാണ്. നിന്റെ മകളെ പറ്റി ആരോ അങ്ങനെ പറയുന്നുണ്ടെന്ന്. അപ്പൊ അത്രത്തോളം മോശം ഒരാൾ പറഞ്ഞാൽ പോലും നമ്മളെ പെമ്മക്കളെ പറ്റി അങ്ങനെ പറയത്തില്ല, ഒളിച്ചു വെക്കും. എന്തുകൊണ്ട് ഒളിച്ചു വെക്കുമെന്ന് അറിയാമോ? അത് പുറത്ത് പറയാൻ കൊള്ളത്തില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറച്ചു വെക്കുക. കാരണം ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കൂടി. അത് മാത്രമല്ല, നിന്റെ മക്കളുടെ ഫോട്ടോ പബ്ലിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ പോകുന്ന കോളേജിലും സ്കൂളുകളിലും അവരെ ചെരുപ്പടി ഇട്ടു. അമ്മാതിരി ചെയ്ത്താണ് ചെയ്യുന്നത്. സംഘിക്ക് കേരളത്തിലുള്ള വില എന്താണെന്ന് എനിക്ക് അറിയത്തില്ലേ? അത് VK ബൈജുവിൻ്റെ അടുത്ത് ചോദിക്കണം. ഇടകൻ്റെ മറ്റേ വെപ്പാട്ടനില്ലേ, അവൻ്റെ അടുത്ത് ചോദിക്കണം. അവൻ പറഞ്ഞുതരും എന്താണ് അവന് കിട്ടുന്ന വാല്യൂ. ആ വാല്യൂ നിന്റെ കൊച്ചുങ്ങൾക്കും കിട്ടും. എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു അവസരമില്ലടി. എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു തല കുനിപ്പിക്കലോ തല കുമ്പിടലോ ഒന്നുമില്ല. ശരിയാണ്, ഇസ്ലാമിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് അവരവരുടെ തെറ്റ് തിരുത്തിയിട്ടുമുണ്ട്. അവരെ മോശം പറഞ്ഞതിൽ ഞാനും തെറ്റ് തിരുത്തിയിട്ടുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് പോകും. ഇപ്പം എൻ്റെ ഒപ്പം നിൽക്കുന്നതും അവർ തന്നെയാണ്. അത് എൻ്റെ ഇത് മാറിയതുകൊണ്ടല്ല. ചില സമയത്ത് നിന്നെപ്പോലുള്ള വിഷജന്തുക്കൾ ഇഞ്ചക്ട് ചെയ്യുന്ന വിഷത്തിൽ ആളുകൾ വിശ്വസിക്കുകയും വീഴുകയും ചെയ്യും. ഇനിയും മേൽക്കൊണ്ട് ആരും പോയി വീഴരുതേ എന്നാണ് ഞാനും പറയുന്നത്. നീയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ ഉമ്മ 4 കൊല്ലം കഴിഞ്ഞാണ് മുഹമ്മദ് നബിയെ പ്രസവിച്ചതെന്നും മുഹമ്മദ് നബിയുടെ ഉമ്മ അഭിസാരികയാണെന്നും നീയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. അല്ലാതെ എനിക്കെങ്ങനെ അറിയടി? ഞാൻ ഖുർആൻ പഠിച്ചിട്ട്, നീ ഖുർആൻ അരച്ച് കലക്കി കുടിച്ചിട്ട് കയറിയിരിക്കുന്ന മദാമയല്ലേ. എന്തുവായിരുന്നു അടുത്തത്? സോണിയുടെ ചരിത്രം. ക്ലബ് ഹൗസിൽ വെച്ച് ഞാൻ സെക്സ് ചോദിച്ചത്. ക്ലബ് ഹൗസ് ഒരു ശ്രവണ ഇത് ഉള്ള ഒരിതാണ്. അവിടെ കേൾവിയാണ്, അല്ലാതെ സെക്സിന് വേറെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, അങ്ങനെ ഒരുപാട് സാധനം. എനിക്ക് സെക്സ് വേണമെങ്കിൽ ഞാൻ അവിടെയൊക്കെ പോകും. ഭർത്താവ് മരിച്ചാൽ ഉടനെ തന്നെ അടുത്ത ആളെ തേടി പോകുന്ന സ്വഭാവം നിനക്കും നിന്റെ ഉമ്മച്ചിക്കുമാണ്, എനിക്കല്ല. അത് മാത്രവുമല്ല, നിനക്ക് റെക്കോർഡിക്കലി 4 എണ്ണം ഇപ്പം തന്നെ ലിസ്റ്റിലുണ്ട്.
ആരിഫിനെയും കൂടെ ചേർത്ത് 5 കണ്ണാപ്പന്മാര്. ഇത്രയും അപരാധിച്ച് അഭിസാരികയായിട്ട് നടക്കണം നീ. ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടരല്ല. നീ ഒരു വീട്ടിൽ കയറി താമസിച്ച തെളിവാണ് അലിമാഷിന്റെ വീട്ടിൽ കയറി താമസിച്ചതും 3 മാസം അവിടെ താമസിച്ചതിന് അവരുടെ മക്കൾ തന്നെ വന്ന് നിന്റെ സാമാനത്തിൽ അടിയും തന്ന് ഇറക്കി വിട്ടു. തെളിവാണേ. നീ ഇത് തെളിവല്ലെന്ന് പറയരുത്. നീ 2 പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുത്ത് നീ പറയും പെൻഷൻ കിട്ടാനാണ്. എന്തടി, ലോകത്ത് എത്രയും മനുഷ്യരുണ്ട്, അവരുടെയൊക്കെ പെൻഷൻ നിനക്ക് വേണം. അപ്പൊ നീ സർക്കാരിനെ പറ്റിക്കുന്ന ഒരു കള്ളിയല്ലേ? നീ ഇപ്പൊ സർക്കാരിനെ പറ്റിക്കുകയില്ലേ? അയാളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നിനക്കെന്തിനടി പെൻഷൻ? അപ്പൊ അത് നീ അയാളുടെ ഈ സൗജന്യത്തിൽ ജീവിക്കാൻ പോയ വ്യക്തിയല്ലേ? അത് വേറൊരു പെണ്ണ് കിട്ടട്ടെന്ന് വെക്കണ്ടേ? വേറെ ഉപയോഗമുള്ളൊരു പെണ്ണ് കിട്ടട്ടെന്ന് വെക്കണ്ടേ? നിനക്കെന്തിന്? അപ്പം നീ ആ 4 പെൺമക്കളുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ ഇതാക്കി അങ്ങോട്ട് ചെന്ന് കയറിയതാണ്. ആ കോടി രൂപ വിലയുള്ള വീട് നിന്റെ പേർക്കാക്കാൻ ശ്രമിച്ചതിനാണ് അയാളുടെ മക്കൾ നിന്നെ 6ാം ഭാര്യ നോക്കി അടിച്ചത്. ഇത് എനിക്കില്ലല്ലോടി. ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയി അങ്ങനെ ചെയ്തെന്ന് നിനക്ക് എവിടെയെങ്കിലും കൊണ്ടുവരാൻ പറ്റും? എൻ്റെ പറമ്പ് വിറ്റ് തിന്നാൻ ശ്രമിച്ച ഒരു നാറി 1,30,000 രൂപ വാങ്ങിച്ച് 2 ദിവസം അവളെ വീട്ടിൽ എന്നെ നിർത്തിയെങ്കിൽ കണക്കായിപ്പോയി. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരരുത്. കാലി പിടിച്ച് നീ എൻ്റെ അടുത്ത് കെഞ്ചി പെട്രോളിന് പൈസ ഇട്ടാലേ ഞാൻ വരുവോളെന്ന് പറഞ്ഞ് ഒഴിവാകുകയാണ് ഞാൻ ചെയ്തത്. നീ കണ്ണ് കാണാത്ത ആ പയ്യൻ ഷാജഹാൻ എൻ്റെ ഒപ്പം വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പെട്രോൾ അടിച്ചോളാം, ഞാനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞപ്പം അവനെയും കൊണ്ട് നിങ്ങൾ ഇവിടെ വരരുത് എന്നാണ് നീ പറഞ്ഞത്. അല്ലെ ഷെഫീനാക്ക് നിന്റെ വീട്ടിൽ വരേണ്ട ഒരു കാര്യവും ഇല്ലടി. ഇങ്ങനെ ഒരു അഭിസാരികയുടെ വീട്ടിൽ വന്ന് ഇപ്പൊ ഞാൻ നന്നായി പോയി. അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ നീ വളച്ചെടുക്കുമായിരുന്നല്ല. ഇടി നിന്റെ മോക്ക് കാമക്കടിയാണെങ്കിൽ നീ വല്ല മുള്ളുമുരുക്കിലും കൊണ്ട് കയറ്റും. അതിന് എൻ്റെ കൊച്ചിനെ നോക്കാതെ. സുൽത്താൻ കുടുംബത്തിൽ നിന്ന് പയ്യന്മാരെ കിട്ടത്തില്ല, മനസ്സിലായ? സുൽത്താൻ കുടുംബത്തിലെ പിള്ളേരെ നീ നോക്കണ്ട. നല്ല സ്വപ്നായിരുന്നല്ലേ നിനക്കപ്പ ഈ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ ആരും പറയരുത് ഞാൻ പറഞ്ഞത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് തള്ളിക്കൊണ്ടുവരുന്നത്. 4 വർഷം മുമ്പ് എൻ്റെ മോൻ എത്ര വയസ്സുണ്ട്? 23 വയസ്സാണ്. പെൺകുട്ടികളെ പോലും 25 വയസ്സിൽ കല്യാണം കഴിപ്പിക്കുന്ന ഞാൻ 23 വയസ്സുള്ള എൻ്റെ കുഞ്ഞിനെ ഇവളുടെ മകൾക്ക് ആലോചിച്ച് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ തീരുമാനിക്കുക അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമോ ഇല്ലയോ? അവളെ മോളെ കേട്ടാനും മാത്രം പറ്റിയ ചാളുക്ക്. എടി നിന്നെ കണ്ടാൽ തന്നെ ഒരു ട്രാൻസ് ലുക്കാണ്. അപ്പൊ പിന്നെ നിന്റെ മോൾ എന്തരായിരിക്കും? ബോഡി ഷെയ്മിങ് അല്ല, അതിനേക്കാൾ വൾഗറായ ഭാഷ എനിക്ക് വരുന്നത്. നീ ഒന്നിനു മുമ്പ് എൻ്റെ കൊച്ചിനെ പിടിക്കണ എന്തിനടി? എൻ്റെ കൊച്ചുങ്ങൾ എന്തടി റോട്ടി കിടക്കണ? നിന്റെ വീട്ടിലുണ്ടല്ലടി 3 മുറിയേണ്ടികള്. നീ അവരുടെ കാര്യം പറ. നീ എൻ്റെ കൊച്ചിനെ പിടിക്കണ എന്തിന്? അത് മുറിക്കാത്ത ആളാണ്. നീ അത് നോക്കണ്ട. നീ വല്ല മുറിയേണ്ടിയും തന്നെ നോക്ക്. ഇളിച്ചവായ നിന്റെ കൂടെയുള്ള ഇപ്പോഴത്തെ വെപ്പാട്ടനെ പോലെ ഏതെങ്കിലും അമരാവതി മോൻ വരും നിന്റെ മോളെ ഊക്കാൻ. അങ്ങനെ കാത്തിരുന്നു. മോളെ വെച്ചോണ്ടിരുന്ന് മാർക്കറ്റ് പിടിക്കാതിരിക്കുകയാണല്ലേ? എടി എൻ്റെ മോൻ അങ്ങനെ കിട്ടത്തില്ല. ചില്ലറ പൈസയ്ക്ക് അവനെ കിട്ടത്തില്ല, മനസ്സിലായ? അവ അങ്ങനെയുള്ള കുട്ടിയല്ല. അത് അവൻ പ്രോപ്പർലി വന്ന് പറഞ്ഞല്ല. അത്ര കാമക്കഴപ്പുണ്ടെങ്കിൽ കുടുംബത്തിൽ ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ട്. അതിൽ നിന്നൊന്നിനെ അങ്ങ് എടുക്കും. ഇനി അതും വേണ്ടെങ്കിൽ മാട്രിമോണിയിൽ കൊടുക്കും. ഈ യുക്തിവാദ സൈറ്റുകളുണ്ട്, അവിടുന്ന് ഒരെണ്ണത്തിന് എടി. എന്നാലും പുഴുകിപ്പഴുത്ത നിന്റെ മോളെ വേണ്ട, മനസ്സിലായ? നീ കൊച്ചിനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ. ഇത് എന്നെ കൊണ്ട് നീ പറയിക്കുന്നതാണ്. നിന്റെ കൊച്ചിന് അത്രയും വാല്യൂ മൂല്യം ഉണ്ടെങ്കിൽ നീ ഈ അപരാധം വന്ന് പറയത്തില്ല. വെപ്പാട്ടം കൂട്ടിക്കൊണ്ട് വെച്ചിരിക്കുന്ന നിന്റെ മകളെ എൻ്റെ കൊച്ചിന് നീ എന്തേടി എൻ്റെ മോൻ സെക്കൻഡ് ഹാൻഡ് മെഷീനാ അതിനെടുക്കാനായിട്ട്? നിന്നെ ഒരു ബോധമൊക്കെ വേണ്ടേടി പെണ്ണെ. പിന്നെ നീ ടെൻഷൻ നീ തിളയ്ക്കാതെ നീ വ്യഭിചാരമാണ് പറയണത്. നിന്റെ ടൈം ലൈൻ നോക്കി അറിയാനകത്ത് എന്തരാണ് പിന്നെ ഹജ്ജിന് പോകുന്ന പെണ്ണ്, അവിടെയൊക്കെ പ്രാർത്ഥനാപരമായിട്ടാണ് ആളുകൾ പോണത്. അവിടെ പോലും ഹാജിമാര് മൊലയെ പിടിക്കുന്നു, കുണ്ടി പിടിക്കുന്നതാണ് നിന്റെ ക്യാപ്ഷൻ. നീ കമ്പിക്കഥയാണ് നീ എഴുതിയിടുന്നത്. നിന്റെ ഫുള്ള് ടൈം ലൈൻ എടുത്ത് നോക്കിയാണ്. കോമൺ സെൻസ് ഉള്ളവർക്കറിയാം നിന്റെ ടൈം ലൈൻ മുഴുക്ക കമ്പിക്കഥയാണ്. നീ ഇരുന്നുകൊണ്ട് പറയണത് മുഴുക്ക കമ്പിക്കഥയാണ്. ആള് കൊതം റാണിയെ, അതുമല്ല കൊതം റാണി കൊച്ചു പിള്ളേരെയാണ് പറയണത്. ആ കൊതം റാണിയെ എടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന നിന്റെ നിലവാരം, ആ നിലവാര തകർച്ച എൻ്റെ നീ പ്രതീക്ഷിക്കണം. ഞാൻ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞു. അതാണ് ഞാൻ അഡ്രസ്സ് പറഞ്ഞത്. നീ അഡ്രസ്സ് പറ, ഞാൻ നിന്റെ അഡ്രസ്സ് കൊണ്ട് തരാം. 22-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതിക്കുള്ളിൽ എല്ലാവരുടെയും വോയിസും വീഡിയോയും ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഞാൻ നിനക്ക് പബ്ലിഷ് ചെയ്ത് തരാം. കഞ്ചാവ് കാക്കാടെ മോളെ. ആ നാട്ടിൽ കോന്നിയിലുള്ള ആ കോളനിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഈ കഞ്ചാവ് കാക്ക ആരാണ്. പിന്നെ ഇത്രയും കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് അന്തസ്സായിട്ട് അടങ്ങി നിൽക്കണമായിരുന്നടി. കാമില, ചാമില, കൂമില 100 പേരും ആ പെണ്ണുമ്പിള്ള പറഞ്ഞിട്ടുണ്ട്. നിനക്കിത് കേൾക്കണോ? നീ കേൾപ്പിക്കണോ? നീ കേൾപ്പിക്കാൻ സമയം താ. നീ അങ്ങ് തിളച്ച് മറിയല്ലേ. നീ കേസ് കൊടുത്ത അയ്യോ ഉടുക്കൂട്ടി പേടിപ്പിക്കല്ലേ. ആ ബാക്കിയുള്ളവർക്ക് കേസ് കൊടുക്കാൻ അറിയത്തില്ല. ഇരുന്നാണ്ട് അപരാധം പറഞ്ഞാൽ നമ്മളങ്ങ് കേട്ടോണ്ടിരിക്കും. വിദേശത്തുനിന്ന് കല്യാണം കഴിച്ചത് കണക്കായി പോയി. അതെന്റെ ഗഡ്സ് ആണ്. ഞാൻ വിദേശത്തുനിന്ന് കല്യാണം കഴിച്ചു. എത്രയോ പേര് വിദേശത്തുനിന്ന് കല്യാണം കഴിക്കുന്നു. അതിലിപ്പോ എന്താടി കുഴപ്പം? വിദേശത്തുനിന്ന് ഒരു വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പം ഇരിക്കുന്നത്? അതിലെന്താ പ്രശ്നം ഇരിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാനൊരു പുരുഷനെ, അതൊരു ഇസ്ലാമിനെ തന്നെയല്ലേ കല്യാണം കഴിച്ചത്. നിന്നെ പോലെ വെച്ചോണ്ടിരിക്കുകയല്ലല്ലോ, വിവാഹമല്ലേ കഴിച്ചത് ആണല്ലോ.
പിന്നെ എന്തിനടി ഈ ഇല്ലാത്ത കൊണ പറയുന്നത്? എന്നെ വിനുവിൻ്റെ കാര്യം. വിനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പോക്കറിത്തരം ഇവന്മാർ പറയുമ്പോൾ അത് ഏറ്റു പറഞ്ഞു എന്നതിനപ്പുറം അയാളും ഞാനും വിവാഹം കഴിക്കണമെന്ന് ഇനി വിചാരിച്ചാലും വിവാഹം കഴിക്കും. അങ്ങനെ ഒരു പ്ലാൻ ഞങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്തിരിക്കും. അതിനിപ്പോൾ ആരുടെയും സാവകാശമോ ആരുടെയും ഒരു സുനായും വേണ്ട. എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ ഞാനത് ചെയ്തിരിക്കും. പിന്നെ മകന്റെ പ്രായമുള്ളതിനെയൊക്കെ പിടിച്ചു വെച്ച് ചെയ്യാൻ നിനക്ക് താല്പര്യമുള്ളതുകൊണ്ടായിരിക്കും നീ അങ്ങനെയുള്ളതുങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ലവന് പൊങ്ങിയില്ലെങ്കിൽ അവന്റെ 2 ആമക്കളെ കൊണ്ട് ചെയ്യിക്കാന്നുള്ള പ്ലാൻ നിനക്ക് കാണും. അത് നീ ചെയ്തു. അത് ഷെഫീനെ ചെയ്യുമെന്ന് നീ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളത് കൃത്യമായിട്ട് പറയും. ഇപ്പോൾ പാതിരാത്രി ആയതുകൊണ്ട് ഞാൻ കേട്ടതുകൊണ്ട് അതിനുള്ള മറുപടി അങ്ങ് കിട്ടുന്നേ ഉള്ളൂ. ബാക്കി ഞാൻ നാളെ പറയാം. പിന്നെ നിന്റെ വെച്ചിട്ടുള്ള റീച്ച് സൊട്ട അത് നീ അങ്ങ് കോത്താഴത്ത് വെച്ച് 546K പോടി റോക്കറ്റ്. നിനക്ക് എന്തെന്ന് വ്യൂ 240, 300, 400 K അല്ല, വെറും 300, 400. പിന്നെ നിന്റെ പിന്നെ ആളുകൾ നിന്നെ കാണാൻ വരുന്ന സബ്സ്ക്രൈബർ, സംഘികളുടെ ക്വാളിറ്റി, അവരുടെ സംസ്കാരം, അന്തസ്സുള്ള ഈമാനുള്ള മനുഷ്യരാണ് എന്നെ കാണാൻ വരുന്നത്. എൻ്റെ സബ്സ്ക്രൈബർ അതാണ്, ക്വാളിറ്റി ഉള്ള പീപ്പിൾസ്. അവിടെ വരുന്നത് മുഴുക്ക ആരാണ്? ചൊറിയന്മാരാണ്. പെടുത്താൻ കഴിവാത്ത ചൊറിയന്മാരാണ് വരുന്നത്. അവന്മാരെ വെച്ചിരുന്ന് നീ വാണം വിടും. അത്രേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം.